നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങളുടെ മുൻപാകെ പല കാര്യങ്ങളുടെയും പേരിൽ തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് സംഘപരിവാർ ഭരണകാലത്ത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ആധുനിക കാലത്തൊരു ജനാധിപത്യ രാഷ്ട്രത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത രാഷ്ട്രീയ പ്രതിയോഗികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുക എന്ന സമീപനം. തീർച്ചയായും ഇത് പുതിയതല്ല. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച കാലത്തും ഇത് തന്നെയാണ് നടന്നത്. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് EDA ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നതിലൊട്ടും പുറകിലായിരുന്നില്ല. അന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പൊതുപ്രവർത്തകർക്കെതിരായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ 55% രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കോൺഗ്രസിനെ തുടർന്ന് BJP മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം അത് 95% വർദ്ധിച്ചു. കോൺഗ്രസ് തുടങ്ങിവെച്ച നെറികേട് കൂടുതൽ തെറ്റായ ദിശയിൽ BJP ഏറ്റെടുത്തു. കോൺഗ്രസിന്റെ സാമ്പത്തിക നയവും മറ്റ് ഭരണ സമീപനങ്ങളുമെല്ലാം പിന്തുടരാൻ ഒരു മടിയും കാണിക്കാതിരുന്ന BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നതിലും കോൺഗ്രസിന്റെ തന്നെ പാത പിന്തുടർന്ന് കൂടുതൽ ആക്രമണോത്സുകമായി മുൻപോട്ട് പോയി എന്നതാണ് നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യം. നമ്മുടെ രാജ്യത്തെമ്പാടും കോൺഗ്രസിന് BJPക്ക് ഓരോ സംസ്ഥാനങ്ങളിലും പ്രധാന എതിരാളികളായി നിന്നവർ, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അവർക്കെതിരായി നിയമം ദുരുപയോഗം ചെയ്ത് കേന്ദ്ര ഏജൻസികളെ കയറൂരിവിടുന്ന സമീപനമാണ് BJP സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ വേട്ടയാടപ്പെട്ടു. അത്തരത്തിൽ വേട്ടയാടപ്പെട്ട പല കോൺഗ്രസ് നേതാക്കളും യഥാർത്ഥത്തിൽ സാമ്പത്തിക തട്ടിപ്പുകളിലും അഴിമതികളിലുമൊക്കെ പ്രതികളായിരുന്നു എന്ന കാര്യം വിസ്മരിക്കുന്നുമില്ല. അതുകൊണ്ട് EDയുടെ ചോദ്യം ചെയ്യലിനെ, റെയ്ഡിനെ, പരിശോധനയെ, കേസിനെ ധീരമായി നേരിടാൻ കഴിയാതെ ED എന്ന രണ്ടക്ഷരം കേൾക്കുമ്പോഴേക്ക് മുട്ടുകാലിലിടഞ്ഞ് സംഘപരിവാരത്തിന്റെ പാദസേവ ചെയ്യാൻ മടിയില്ലാത്തവരായി കോൺഗ്രസിന്റെ നേതാക്കൾ മാറി. അങ്ങനെ എത്രയെത്ര കോൺഗ്രസിന്റെ സമുന്നതരായിരുന്ന നേതാക്കളാണ് സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2014 ശേഷം BJP പാളയത്തിലെത്തി BJPയുടെ നേതാക്കളായി മാറിയത്. ഇന്ന് മുഖ്യമന്ത്രിമാരുൾപ്പെടെ അങ്ങനെയുള്ളവരുടെ രാഷ്ട്രീയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പണം വാങ്ങിയതിന് എല്ലാ തെളിവുകളോടും കൂടി സമൂഹത്തിന്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട അഴിമതിക്കാരുടെ നേതാവായിരുന്നു കോൺഗ്രസിന്റെ നേതാവ് സുവേന്ദു അധികാരി. അദ്ദേഹത്തിനെതിരെ അന്വേഷണ ഏജൻസികളുടെ നടപടികൾ ആരംഭിച്ചപ്പോ അദ്ദേഹം കോൺഗ്രസ് വിട്ട് സംഘപരിവാരത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് BJPയായി മാറി. ഇപ്പൊ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്, BJP മുഖ്യമന്ത്രി. അഴിമതിക്കാരനായ കോൺഗ്രസിന്റെ നേതാവ് EDയെ വിട്ട് വേട്ടയാടി കോൺഗ്രസിലെത്തിച്ച് BJPയിലെത്തിച്ച് BJPയുടെ മുഖ്യമന്ത്രിയായി മാറി. സമാനമായ കേസിൽ തന്നെ അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടലിന് വിധേയനായ ആസാമിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പൊ ആസാമിലെ BJPയുടെ മുഖ്യമന്ത്രിയാണ്. കേന്ദ്ര ഏജൻസികളെ വിട്ട് വേട്ടയാടുന്നു. പേടിച്ച് മുട്ടുമടക്കി നട്ടെന്ന് വളച്ച് തലകുലച്ച് BJPയുടെ കാര്യാലയത്തിലേക്ക് കയറി ചെല്ലുന്നു. അയാളിപ്പോ ആസാമിന്റെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ എത്രയെത്ര നേതാക്കൾ, ഗോവയിലെ ദിഗംബർ കാമത്തിനെ പോലെ, മഹാരാഷ്ട്രയിലെ അശോക് ചവാനെ പോലെ, നാരായൺ റാണയെ പോലെ, നവീൻ ജിണ്ടാലിനെ പോലെ, അമരീന്ദർ സിംഗിനെ പോലെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ മുഖമായിരുന്നവർ, മുഖ്യമന്ത്രി പദം പോലും അലങ്കരിച്ചവർ, മന്ത്രിമാരായിരുന്നവർ, PCC പ്രസിഡന്റുമാരായിരുന്നവർ, അവരെല്ലാം
അഴിമതി കേസുകളിൽ പ്രതികളായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുൻപാകെ എത്തുന്ന ഘട്ടത്തിൽ പേടിച്ചരണ്ട് കോൺഗ്രസിനോട് വിടമറഞ്ഞ് BJP-യിലെത്തി. കേസുകളെല്ലാം അവസാനിച്ചു. BJP നേതാക്കളായി, മന്ത്രിമാരായി, മുഖ്യമന്ത്രിമാരായി മാറി. ഇതാണ് വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യം. എതിർപ്പാളയത്തിൽ നിൽക്കുന്നവരെ വേട്ടയാടി തങ്ങളോടൊപ്പം കൊണ്ടുവരിക, അതാണ് BJP ED-യെ ഉപയോഗിച്ച് CBI-യെ ഉപയോഗിച്ചെല്ലാം ഈ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിറകെട്ട ലജ്ജാകരമായ രാഷ്ട്രീയ നാടകം. അതൊന്ന് പയറ്റി നോക്കാനാണ് നോക്കിയത്. അവിടെയാണ് BJP-ക്ക് തെറ്റിയത്, സംഘപരിവാരത്തിന് തെറ്റിയത്. ED എന്ന 2 അക്ഷരം കേട്ടാൽ, CBI എന്ന 3 അക്ഷരം കേട്ടാൽ, ചെയ്തു പോയ തെറ്റുകളുടെയും തട്ടിപ്പുകളുടെയും പാപഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി BJP-യുടെ ആഫീസിലേക്ക് അഭയം തേടി വരുന്ന ആർജവമല്ലാത്ത കോൺഗ്രസിന്റെ നേതാക്കളെ മാത്രമേ BJP കണ്ടിട്ടുള്ളൂ, നരേന്ദ്രമോദി കണ്ടിട്ടുള്ളൂ. തുടക്കം മുതൽ സംഘപരിവാരത്തിന്റെ വർഗീയ നിലപാടുകൾക്കെതിരെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാക ഇന്ത്യയിൽ പാറിപ്പിക്കുന്ന, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഈ ചിഹ്നമായി ഈ കേരളത്തെ നിലനിർത്തുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്ത്, അതിന്റെ നേതാക്കന്മാരുടെ സ്ഫടിക സമാനമായ സുതാര്യമായ രാഷ്ട്രീയ ജീവിതം, അതൊന്നും നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ അവരുടെ കൂട്ടാളികൾക്കോ സ്വപ്നം കാണാൻ കഴിയില്ല. അവര് ഇന്ത്യയിലെ അഴിമതിക്കാരായ കോൺഗ്രസ് നേതാക്കളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അളിയനെ രക്ഷിക്കാനായി കോടികൾ ഇലക്ട്രൽ ബോണ്ട് BJP-ക്ക് കൊടുക്കുന്ന മറ്റേ അളിയനെ മാത്രമേ നരേന്ദ്രമോദി കണ്ടിട്ടുള്ളൂ. അവസാന ശ്വാസം വരെ വർഗീയതയ്ക്കെതിരെ പൊരുതു നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ കരുത്ത് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല ഉത്തരേന്ത്യയിലായതുകൊണ്ട്. നിങ്ങൾ സുവേന്ദു അധികാരിയെ പിടിച്ച, ഹിമന്ത ബിശ്വ ശർമ്മയെ പിടിച്ച, നാരായൺ റാവയെ പിടിച്ച ആ ED എന്ന വേട്ടപ്പെട്ടയുടെ മുന്നിൽ പേടിച്ചു പോകുന്നയാളെന്ന പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം, BJP മനസ്സിലാക്കിക്കൊള്ളണം. ഇതിൽ BJP-ക്ക് മാത്രമല്ല പങ്ക്. തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്തായിരുന്നു? രാഷ്ട്രീയത്തിന്റെ ബാലപാഠമെങ്കിലും അറിയുന്ന ഒരു കോൺഗ്രസ് നേതാവ് സംസാരിക്കുന്ന ഭാഷയാണോ രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായത്? അദ്ദേഹം പറയുന്നു, എന്തുകൊണ്ട് പിണറായി അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ജയിലടയ്ക്കുന്നില്ല? വർഗീയതയ്ക്കെതിരെ, BJP-ക്കെതിരെ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ, ജനാധിപത്യ കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപം കൊണ്ട ഇന്ത്യ എന്ന കൂട്ടായ്മയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് വെയ്പ്പ്. ആ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ആശയടിത്തറയുണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യയിലെ ഇടതുപക്ഷ കക്ഷികളാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ആ ഇടതുപക്ഷത്തിന്റെ നേതാവിനെ ജയിലിലടയ്ക്കാത്തത് എന്തോ എന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ മറ്റൊരു നേതാവ് ചോദിക്കുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയും. കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് മനസ്സിലാക്കാം. തന്നോടൊപ്പം ഇന്ത്യയിലെ മതനിരപേക്ഷ കൂട്ടായ്മയുടെ നേതാവായി പ്രവർത്തിക്കുന്ന ഒരാളെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം എത്രമാത്രം രാഷ്ട്രീയമായ അപക്വതയാണ്. ആ അപക്വമായ നിലപാട് ബംഗാളിൽ സ്വീകരിച്ചതിന്റെ ഭാഗമായി ഇന്ത്യ കൂട്ടായ്മ തന്നെ ബംഗാളിൽ ശിഥിലമായി പോയി. അങ്ങനെ പോയില്ലേ? രാജ്യവ്യാപകമായി കോൺഗ്രസ് നേതാക്കളെയും ED വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യമാണ് ED ഏറ്റെടുത്തിരിക്കുന്നത്. ഏത് കേസിലാണ് ചോദ്യം ചെയ്യേണ്ടത്? ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? പിണറായി വിജയന്റെ പേരിൽ ഏത് ഏജൻസിയാണ് FIR ഇട്ടിട്ടുള്ളത്? ഏത് ഏജൻസിയാണ് സമൻസ് അയച്ചത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ആർക്കും മറുപടിയില്ല. സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ വേട്ടയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്, രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. എന്നാൽ സംഘപരിവാരത്തിന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി സ്വന്തം പേരിലും കോൺഗ്രസ് നേതാവ് കൂടിയായ മാതാവിന്റെ പേരിലും ഉൾപ്പെടെയുള്ള, സഹോദരിയുടെയും അനിയന്റെയും പേരിൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ
വെളുപ്പിക്കൽ കേസുകൾ എല്ലാം ഇപ്പം മെല്ലെ പോകാണ്. അത് വാദ്രയുടെ ഭൂമി വെട്ടപ്പായാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതികളായ നാഷണൽ ഹെറാൾഡ് കേസായാലും എല്ലാം ഇപ്പൊ മെല്ലെ പോകാണ്. എവിടെയും എത്താതെ നിൽക്കുകയാണ്. തടി രക്ഷപ്പെടുത്താൻ സംഘപരിവാരവുമായി ഒത്തുതീർപ്പുണ്ടാക്കി ഇന്ത്യ കൂട്ടായ്മയെ ദുർബലപ്പെടുത്തുന്ന ആത്മഹത്യാപരമായ രാഷ്ട്രീയ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ. ഇപ്പൊ ചിലരെല്ലാം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ താമസിക്കാത്തത്? എന്തുകൊണ്ടാണ് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിയാത്തത്? ക്ലിഫ് ഹൗസ് ഇപ്പോ അറ്റകുറ്റപ്പണി നടക്കുകയാണത്രേ. മലയാള മനോരമ ചാർത്തിക്കൊടുത്ത പുതിയ പേരാണ് അറ്റകുറ്റപ്പണി. ഇതുവരെ മോടി പിടിപ്പിക്കൽ എന്നായി. അപ്പൊ ഒരു വിധ മോടി പിടിപ്പിക്കലും വേണ്ട എന്ന് നിയുക്ത മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ ശ്രീ വി ഡി സതീശൻ പറഞ്ഞു പോലും. അതോടുകൂടി മോടി പിടിപ്പിക്കൽ അവസാനിപ്പിച്ചു. ഇനി അറ്റകുറ്റപ്പണിയാണ്. അസാമാന്യമായ തൊലിക്കെട്ട് വേണം ഇങ്ങനെയെല്ലാം വാദിക്കാൻ. പക്ഷെ ചിലർക്ക് അത് ജന്മസിദ്ധമായി കിട്ടിയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാനിടയില്ല. ഒരു മോടി പിടിപ്പിക്കലും വേണ്ടെന്ന് പരസ്യമായി പ്രതികരിച്ചിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെന്തേ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റാത്തത്? ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ മാറ്റിയാൽ കണ്ടോൺമെന്റ് ഹൗസ് ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും കണ്ടോൺമെന്റ് ഹൗസ് അനുവദിക്കും. ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള പരിശോധന രായ്ക്ക് രാമായണം നടത്താൻ കണ്ടോൺമെന്റ് ഹൗസ് പോലെ ക്ലിഫ് ഹൗസ് പോലെ പരിരക്ഷയുള്ള ഇടങ്ങളിൽ ചില പ്രയാസങ്ങൾ നേരിടാനിടയുണ്ട്. അതുകൊണ്ട് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞുകൊടുക്കാതെ കുറച്ചു നാളുകൂടെ വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന വിമർശനം, എന്ന ആരോപണം സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ പരിശോധന നടക്കുന്നത്. ഏതെങ്കിലും ഒരു പരിശോധനയോ കേസിന്റെ മുന്നിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ നേരത്തെ പേര് പരാമർശിച്ച കോൺഗ്രസിന്റെ നേതാക്കളെ പോലെ പേടിച്ചു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ. ഈ പരിശോധനയുടെ ഭാഗമായി ഇഡിക്കോ ഇഡിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ച അവരുടെ സൃഷ്ടാക്കൾക്കോ പിണറായി വിജയന്റെ രോമത്തിൽ പോലും സ്പർശിക്കാനാവില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് എതിർക്കുന്നു? ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്. രാഷ്ട്രീയ നീക്കത്തെ രാഷ്ട്രീയമായി നേരിടും. ജനങ്ങളെ അണിനിരത്തി തന്നെ ഞങ്ങൾ നേരിടും. ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കേസ് തന്നെ പരിശോധിച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങളും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആദ്യഘട്ടം മുതൽ പ്രചരിപ്പിച്ചത്? കള്ളപ്പണം പണമായി തന്നെ കൈമാറിയിട്ടുള്ള കേസുകൾ നമ്മുടെ ചുറ്റുപാടും വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ കള്ളപ്പണമോ കൈക്കൂലിയോ അനർഹമായ പണമോ ബാങ്ക് അക്കൗണ്ടിലൂടെ ആരെങ്കിലും കൈമാറ്റം ചെയ്തതായി കേട്ടിട്ടുണ്ടോ? സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ? CMR എന്ന കമ്പനി എക്സാലോജിക്കിന് കൊടുത്തിട്ടുള്ള അണാപ്പൈ ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. ബാങ്ക് അക്കൗണ്ട് വഴി ആരെങ്കിലും തെറ്റായ ഇടപാടുകൾ നടത്തിയെന്നത് ഇന്ത്യ ചരിത്രത്തിൽ കാണിക്കാൻ പറ്റും. അപ്പോ മാധ്യമങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസും സംഘപരിവാരവും ഉയർത്തിയ ആരോപണം GST അടച്ചിട്ടില്ല എന്നായിരുന്നു. ഓർമ്മയില്ലേ? GST അടച്ചിട്ടില്ല. ഒരുപാട് പ്രബോധനന്മാർ വാദോരാതെ തുടർച്ചയായി പാടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ GST അടച്ചതിന്റെ രേഖ പുറത്തു വന്നു. അപ്പൊ പറഞ്ഞു IGST അടച്ചിട്ടില്ല, പുതിയ ആരോപണം വന്നു. അപ്പൊ IGST അടച്ചതിന്റെ രേഖയും പുറത്തു വന്നു. ഓരോ ഘട്ടത്തിലും ആരോപണത്തിന്റെ പുകമറ ഉയർത്തിക്കൊണ്ടുവരുന്നതെല്ലാം ഈ കേസിൽ പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ പറയാണ് സേവനം കൊടുത്തിട്ടില്ല. സേവനം കൊടുത്തു എന്ന് പറയേണ്ട ആരാണ്? സേവനം ആവശ്യപ്പെട്ട കരാറിൽ ഏർപ്പെട്ടവരാണ്. അവർക്കങ്ങനെ ഒരു പരാതി ഉണ്ടോ? അതാണ് ചോദിക്കേണ്ടത്.
കരാറിലെ ഇരു കക്ഷികളാണ്. കരാർ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ, കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പരാതി ഉന്നയിക്കേണ്ടത്, ആരോപണം ഉന്നയിക്കേണ്ടത്, നിയമ നടപടി സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരു പരാതിയുണ്ടോ? അങ്ങനെ ഒരു ആരോപണമുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു രേഖയുമില്ലാതെ, ബാങ്ക് വഴിയല്ലാതെ കേരള മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് CMRL പണം കൊടുത്തു എന്നത് പുറത്തുവന്ന വാർത്തകൾ മാത്രമല്ല, ആരോപണ വിധേയരായ നേതാക്കൾ, ഇന്നത്തെ മന്ത്രിമാർ പരസ്യമായി സമ്മതിച്ചതാണ്, ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട് എന്ന്. അത് വ്യവസ്ഥാപിതമായാണോ? ബാങ്ക് അക്കൗണ്ട് വഴിയാണോ? പാർട്ടി ഫണ്ടിലേക്കാണോ? അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള കണക്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? യഥാർത്ഥ തട്ടിപ്പിന്റെയും അഴിമതിയുടെയും സാമ്പത്തിക ക്രമക്കേടിന്റെയും പുറകെ പോകാതെ, മുഖ്യമന്ത്രിയുടെ മകളാണ് ഒരു കമ്പനിക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആൾ എന്ന ഒറ്റ കാരണം കൊണ്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയെയും മുന്നണിയെയും സംശയത്തിന്റെ പുകമറയിൽ ഒരു പ്രതീതിയിൽ നിർത്താൻ എന്ന രാഷ്ട്രീയമാണ് BJPയും കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും ഇപ്പൊ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ചില മാധ്യമ പ്രവർത്തകർ അംഗങ്ങളായ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് EDയിലെ ഭിക്ഷാന്തരികളായ ചില ഉദ്യോഗസ്ഥർ രൂപീകരിച്ചിട്ടുണ്ടത്രേ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പറയുന്നു, ഇങ്ങനെ റെയ്ഡ് നടക്കാൻ പോകുന്ന വിവരം ഞങ്ങൾ ആരും അറിഞ്ഞില്ല, പോലീസിനെ അറിയിച്ചിട്ടേയില്ല. ഞാൻ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അവിശ്വസിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ പോലീസോ ഇന്റലിജൻസ് സംവിധാനമോ ആഭ്യന്തര വകുപ്പോ യാതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുമ്പോഴും ഇടതുപക്ഷ വിരുദ്ധത സമനില തെറ്റിച്ച ചില വ്യക്തികൾ ഉൾപ്പെടുന്ന ആ വാട്സാപ്പ് ഗ്രൂപ്പിന് വിവരം കൊടുത്തിട്ടാണ് അത്ര പോകുന്നത്. ഒരു അന്വേഷണ ഏജൻസി അവരുടെ പരിശോധന ആരംഭിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വിവരം കൊടുത്തിട്ടാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പരിശോധന കഴിഞ്ഞപ്പോ ഒരു പുല്ലും കണ്ടെടുത്തിട്ടില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു. അവസാനം പറയുന്നു, ഒരു ബാങ്ക് പാസ്ബുക്ക് കിട്ടി. ബാങ്ക് പാസ്ബുക്ക് രഹസ്യരേഖയാണ്. ബാങ്ക് പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങളാണ് അറിയേണ്ടതെങ്കിൽ ആ ബാങ്കിൽ പോയി നോക്കിയാൽ കാണില്ലേ? അത് ഏത് അന്വേഷണ ഏജൻസിക്കും പരിശോധിക്കാവുന്ന അവരുടെ കൈപ്പിടിയിലുള്ള രേഖയല്ലേ? ഏത് ബാങ്കിലെയും അക്കൗണ്ട് വിവരങ്ങൾ ഇത്തരം അന്വേഷണ ഏജൻസികൾക്ക് പരിശോധിക്കാൻ കഴിയില്ലേ? അപ്പോ അവർ സംശയിച്ചതുപോലെയോ മുൻകാലങ്ങളിൽ ചില പരിശോധന നടത്തിയപ്പോ ടോയ്ലറ്റിൽ നിന്നും കട്ടിലിന്റെ അടിയിൽ നിന്നും നോട്ടുകെട്ടുകൾ പിടിച്ചെടുത്തതുപോലെയോ ഒരു പുല്ലുമുണ്ടായിട്ടില്ലെന്നും ഒരു തുണ്ട് കടലാസ് പോലും സംശയാസ്പദമായി കിട്ടിയിട്ടില്ലെന്നും എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു ED എന്ന അന്വേഷണ ഏജൻസിക്ക്. അങ്ങനെ എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഇവർ വന്നത്? അല്ല, അവർക്കിതൊക്കെ അറിയാം. 10 കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ നിന്നിട്ടും ചോരയ്ക്ക് വേണ്ടി ദാനിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് അടിസ്ഥാനമുള്ള ഒരൊറ്റ അഴിമതി ആരോപണം പോലും നിയമസഭയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. സമീപകാലത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നമ്മുടെ രാജ്യത്ത്? 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെയും കുടുംബത്തെയും നിരന്തരം ആർക്കും ന്യായീകരിക്കാനാവാത്തതുപോലെ വേട്ടയാടി. അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചു, വ്യാജവാർത്തകൾ ചമച്ചു. പക്ഷേ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ അഴിമതി ആരോപണം ഉന്നയിക്കാതിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ മാത്രമല്ല, ആ ക്യാബിനറ്റിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ, അന്ന് മന്ത്രിയായിരുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നു, സഖാവ് കടന്നപ്പള്ളി ഉൾപ്പെടെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ, ഈ കഴിഞ്ഞ 2 സർക്കാരുകളിൽ അംഗമായിരുന്ന മന്ത്രിമാരുടെ പേരിൽ ഒരൊറ്റ അഴിമതി ആരോപണമെങ്കിലും ഉന്നയിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ 12 തവണ
ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. 12 കേസ് കൊടുത്തു, 13 തോറ്റു. അതല്ലേ നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അപ്പൊ ഇങ്ങനെയെല്ലാം സുതാര്യമായ രാഷ്ട്രീയ ഭരണ നേതൃത്വമായി നിന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വസതികൾ അരിച്ചു പെറുക്കിയാലും സംശയാസ്പദമായ ഒരു തുണ്ടുകടലാസ് പോലും കിട്ടുന്നെന്ന് അരിയാമരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെന്തിനാണ് ഈ പരിശോധന? അതാണ് രാഷ്ട്രീയ നാടകം. നിയമപരമായ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല. മറ്റ് കോൺഗ്രസ് നേതാക്കളെ പോലെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാനോ BJP പാളയത്തിലേക്കോ കൊണ്ടുവരാനോ ആവില്ല. ഇതെല്ലാം അറിയാമായിരുന്നിട്ട് പിന്നെ എന്തിനാ പരിശോധന? ഒരു പകൽ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങളുടെ സജീവ പിന്തുണയോടെ മലയാളികളുടെ മുൻപാകെ, ലോകത്തിന്റെ മുൻപാകെ ഒരു സംശയത്തിന്റെ പുകമറ ഉണ്ടാക്കുക. എന്തോ ഗൗരവതരമായ പരിശോധന നടക്കുന്നു, എന്തോ ഗൗരവതരമായ കേസുകൾ വരാനിരിക്കുന്നു, വലിയ എന്തൊക്കെയോ അന്യായമായ കാര്യങ്ങൾ, തട്ടിപ്പുകൾ നടന്നു. ഈ പ്രതീതി സൃഷ്ടിക്കുക, ഇത് ഈ കാലത്ത് അതിവേഗതയിൽ നവമാധ്യമങ്ങളിലൂടെയെല്ലാം പ്രചരണങ്ങളും കുപ്രചരണങ്ങളും മരങ്ങത്ത് നടക്കുന്ന ഒരു കാലത്ത്, ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ, ഒരു പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ ഇത്തിരി ക്ഷീണിച്ചായിരിക്കും ഇടതുപക്ഷം ഇരിക്കുന്നത് എന്ന് കണക്കുകൂട്ടി ഈ സമയത്ത് പത്രമാധ്യമങ്ങളിലൂടെ, ടെലിവിഷൻ ചാനലുകളുടെ ലൈവ് സംപ്രേഷണങ്ങളിലൂടെ ഒരു പകൽ മുഴുവൻ ഇതാ പിണറായിയെ മുൻനിരയിൽ നിർത്തി വലിയ ഗൗരവമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങ് പേടിച്ചു പോകും, ഇടതുപക്ഷക്കാരൊക്കെ ക്ഷീണിച്ചു പോകുമെന്നാണ് കരുതിയത്. ഇഡിയെ കയത്തിൽ നല്ല തുടലിട്ട് അത്യാവശ്യത്തിനൊക്കെ തിന്നാൻ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഭരണ നേതൃത്വവും അതിന് കൈയടിച്ചുകൊണ്ടിരിക്കുന്ന ഇഡിയുടെ മുമ്പിൽ പേടിച്ച് മുട്ടുപിറച്ച് രാഷ്ട്രീയ എതിരാളിയുടെ കേന്ദ്രങ്ങളിലേക്ക് അഭയത്തിനു വേണ്ടി കടന്നുവരുന്ന കോൺഗ്രസുകാരുമെല്ലാം ഈ പരിശോധന നടന്നപ്പോൾ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നാടകങ്ങളുടെ മുൻപിൽ പേടിച്ച് ക്ഷീണിച്ച് ഭയന്നു പോകുന്നവരല്ല. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൊടിക്കീഴിൽ നിൽക്കുന്ന ലക്ഷം വരുന്ന കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ടവരായ മനുഷ്യർ, അവരെ ഈ നാടിന്റെ വിമോചനത്തിനു വേണ്ടി സ്വന്തമെന്ന വാക്കുമറന്ന സമരപഥങ്ങളിൽ അണിനിരന്നിട്ടുള്ളവരാണ്. നാളെ ഏതെങ്കിലും അധികാര കേന്ദ്രത്തിലെത്തുമെന്ന് കരുതിയിരിക്കുന്നവരല്ല. സ്വന്തം ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ നെറികെട്ട ആക്രമണങ്ങളെയും ജീവൻ നൽകി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മഹാജനസഞ്ചയം ഈ കേരളത്തിലുണ്ട്. ആ കേരളത്തിലെ ജനരോഷത്തിന്റെ മുന്നിൽ ഇഡിയുടെ നടത്തിപ്പുകാരൻ നാണം കെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ സൂചനയാണ് ഇന്നലെ ഈ കേരളത്തിൽ കണ്ടത്. അതിന്റെ സൂചന മാത്രമാണ്. ഇപ്പൊ ചില ആളുകൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്, വേണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത മണിയായിപ്പോയി എന്ന്. നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ചിലരൊന്ന് വല്ലാതെ വിഷമിക്കുന്നു. മനോരമയുടെ പ്രധാന വാർത്തയുടെ തലക്കെട്ട് ഇഡിയെ ആക്രമിച്ചു എന്നാണ്. മനോരമയ്ക്ക് തെറ്റുപറ്റിയതാണ്. ഇഡിയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. ഇവർ അക്രമമേ അല്ല. സമാധാനപരമായി മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ എന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം നേതൃത്വം കർശനമായി തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് കണ്ണൂരോ കോഴിക്കോട്ടോ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. 101% സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധം പ്രകടിപ്പിച്ചു. പിന്നെ മനോരമയ്ക്ക് മറ്റു ചിലർക്കും ഹൃദയവേദനയുണ്ടായ വാഹനത്തിന്റെ ചില്ലുപൊട്ടിയ സംഭവം തിരുവനന്തപുരത്താണ് ഉണ്ടായത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നവരല്ല. ഒരു തെറ്റായ നടപടിയെയും ഒരു ദിശതെറ്റിയ പ്രതിഷേധത്തെയും ഇത്തരത്തിലുള്ള നടപടികളെയും അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഇങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല ഇടതുപക്ഷ പാർട്ടികൾ. ഞങ്ങളായിരുന്നു വാഹനത്തിന്റെ ചില്ല് പൊട്ടിയതിൽ നിന്നത്. തിരുവനന്തപുരത്തെ LDF നേതാക്കൾ, CPIM നേതാക്കൾ,
സജീവമായി ഇടപെട്ട് വളരെ പണിപ്പെട്ട് പാടുപെട്ട് അവിടെ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് ദൃശ്യങ്ങൾ കണ്ടവർക്കറിയാം, എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പൂർണ്ണമായും സമാധാനപരമായിരിക്കണം പ്രതിഷേധം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അണപൊട്ടിയേതും ഒഴുകിയെത്തുന്ന വലിയൊരു ജനസഞ്ചയം ഒരു നെറികേടിനെതിരെ രാഷ്ട്രീയ പകയോടുകൂടിയുള്ള തീർത്തും നിയമവിരുദ്ധമായ വേട്ടയാടലിനെതിരെ അങ്ങേയറ്റം വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ജനസഞ്ചയത്തിനിടയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കേന്ദ്ര ഏജൻസിയുടെ ആളുകൾ വരുന്ന വാഹനം ആ ഉദ്യോഗസ്ഥരെന്ന് ഉൾപ്പെടുന്ന ഉത്തരവാദികളാണെന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. വരുമ്പോൾ ഉണ്ടാവുന്ന പൊടുന്നനെ ഉണ്ടാവുന്ന ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിനൊന്നും സ്വാഗതം ചെയ്യുന്നവരല്ല, പക്ഷെ അത് കാണുമ്പോഴേക്ക് ആക്രമിച്ചു എന്നൊന്നും വലിയ വായിൽ പറയരുത്. അത് ആ ഘട്ടത്തിൽ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാതെ പോയ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലെ തീവ്രമായി പ്രതികരിക്കുന്ന ഏതോ ചില ആളുകൾ ആ ഘട്ടത്തിൽ ഒരു നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവും. അതുണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാം, അതിനൊന്നും ഞങ്ങൾക്ക് മടിയില്ല. പക്ഷെ അതാണ് ഈ ഇന്നലെ നടന്ന പ്രതിഷേധത്തിന്റെ ആകെ തുക എന്ന് വിലയിരുത്തിയാൽ നിയമവിരുദ്ധമായി രാഷ്ട്രീയ പകയോടെ ആർക്കും ന്യായീകരിക്കാനാവാത്ത ഒരു ചെയ്തിക്ക് ചൂട്ടുപിടിക്കുന്ന ഇഡിയുടെ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഒപ്പം നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും തരം താഴ്ന്ന ഒരു പ്രവർത്തനത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പേരിട്ട് വിളിക്കുന്നതായി പോകും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഏതെങ്കിലും അക്രമത്തെ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നവരല്ല കേരളത്തിലെ ഇടതുപക്ഷം. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഇങ്ങനെയൊന്നുമല്ല സംഭവിക്കുക എന്നും കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. തീർത്തും സമാധാനപരമായി ജനാധിപത്യപരമായി പരമാവധി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ പ്രതിഷേധം മുൻപോട്ട് പോകുന്നു. രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്ത് ഇത്തരം ഏജൻസികളെ കൊണ്ട് വിടുപണി ചെയ്യിപ്പിക്കുന്ന നല്ല അന്തസ്സുള്ള ഉദ്യോഗസ്ഥരായി ജോലി ചെയ്യേണ്ട ഒരു വിഭാഗത്തെ ചെങ്ങലക്കിട്ട് കഴുത്തിൽ ചെങ്ങലയിട്ട് കൊണ്ടു നടക്കുന്ന ഭരണ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തിന്മകൾക്കെതിരെ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ അതിന് ചൂട്ടുപിടിച്ചു കൊടുത്ത് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്ത് അതിനോടൊപ്പം അണിനിരന്ന് കൈപ്പത്തിയും താമരയും തമ്മിൽ എപ്പോഴും മാറിപ്പോകുന്ന കേരളത്തിലെ ഭരണ നേതൃത്വത്തിനെതിരെയെല്ലാം രാഷ്ട്രീയമായി തന്നെ ഇവരെ തുറന്നു കാട്ടിക്കൊണ്ട് ജനങ്ങളെ അണിനിരത്തി ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച് നാടിന്റെയും ജനങ്ങളുടെയും ക്ഷേമത്തെ മുൻനിർത്തി ഇടതുപക്ഷ പ്രസ്ഥാനം കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകും. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുന്നിൽ മങ്ങിപ്പോകുന്ന എന്നല്ല LDF എന്ന് കേരളത്തിന്റെ ചരിത്രം അറിയുന്ന സകലർക്കും അറിയാം. ആ ചരിത്രം മറക്കാൻ ശ്രമിക്കുന്നവരെ ഞങ്ങൾ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിലും ഇന്നലെ നടന്നതുപോലെയുള്ള നിറകെട്ട രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെ ഈ തെരുവുകളിൽ ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത സമരസാഗരമായി മാറാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമര കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.